ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കളുടെ നിരീക്ഷണം. ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്, ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് എല്ലായ്പ്പോഴും അദ്ദേഹം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനത്തായാലും അല്ലെങ്കിൽ കേന്ദ്രത്തിലായാലും ഭരിക്കുന്ന ആളിനെ എല്ലായ്പ്പോഴും എതിർത്തുകൊള്ളണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം ചുരുങ്ങിയത് കോൺഗ്രസിലെങ്കിലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കുറേയധികം അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ ഈ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ചർച്ച ചെയ്യാം, പക്ഷെ അതിന് പൊതുവിലൊരു സ്വീകാര്യത കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ രണ്ട് തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. ഒന്ന്, കേന്ദ്രത്തിൽ അദ്ദേഹം നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞു. രണ്ട്, അദ്ദേഹം കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട ഇക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. രണ്ടും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്പം പോലും രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ ദേശീയ താല്പര്യത്തിലുള്ളതാണ്. അല്ലാതെ അത് ഏതെങ്കിലും BJP പോളിസിയെ പ്രത്യേകിച്ച് അനുകൂലിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് നമുക്ക് ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സിന് റഫാൽ ഉണ്ട്, അതിനോടൊപ്പം തന്നെ F-35 കൂടി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ അത് എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് എന്ന് പറയുന്നത് ദേശീയ താല്പര്യത്തിലാണ്. അത് BJP അല്ല, കോൺഗ്രസാണ് അധികാരത്തിലിരിക്കുന്നത് എങ്കിലും അതേ രീതിയിലത്തേക്കുള്ള ഒരു സമീപനം മാത്രമേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്ന ഒരു വ്യക്തിക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ട്രേഡുമായി ബന്ധപ്പെട്ട താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ട് കാണുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ കേവലം നെഗോഷിയേറ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ നെഗോസിയേഷൻസ് തുടരുമെന്നും അത് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി മാത്രം അതിന്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഡഡ് നെഗോസിയേഷൻസ് നടക്കുന്നത് നല്ല കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ബിഗ് കൺസേൺസ് ആർ അഡ്രസ്ഡ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നത്. കാരണം ഈ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്ന ചർച്ച ചെയ്യുന്നത് ഈ താരിഫുമായി ബന്ധപ്പെട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാകും എന്നതിനെ പറ്റിയായിരുന്നു. അടുത്തത്, അതുകൊണ്ട് തന്നെ അതായത് വാലിഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ക്രിറ്റിസിസത്തിന്റെ രൂപത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഇമിഗ്രൻസിനെ, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും എനിക്ക് തോന്നുന്നത് കുറേയധികം സ്വീകാര്യത ഇതിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ രീതിയാണ്, ദേ ആർ എൻടൈറ്റിൽ ടു ഇറ്റ്. അതേപോലെ അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ആ പോളിസിയിലേക്ക് അധികം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. പക്ഷെ അവരെ ഇവിടെ കൊണ്ടുവരുന്ന രീതി, അതിൽ വേണമെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അത് അദ്ദേഹം ഒരുപക്ഷെ പ്രകടിപ്പിച്ച് കാണും എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ പോലും ആ ക്രിറ്റിസിസം വാലിഡ് ആണ് എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം നാഷണൽ ഇൻട്രസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോ നരേന്ദ്രമോദിയെ തന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ ആണ് എന്ന് ട്രംപ് പറയുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. കാരണം ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ഏറ്റവും നല്ല നെഗോഷിയേറ്റർ ആണ്, ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ഏറ്റവും മികച്ച നെഗോഷിയേറ്റർ ആണ് എന്ന് അവരുടെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞതിന് ശേഷമാണ് തന്നെക്കാൾ കൂടുതൽ മികച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും തന്നെ പ്രത്യേകിച്ച് BJPയുടെ എന്തെങ്കിലും ഒരു പോളിസിയോടുള്ള ഒരു അപ്രൂവലോ അങ്ങനെയൊന്നുമായിട്ട് കാണേണ്ടതില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തലവൻ അവിടെ പോകുന്നു, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന രീതിയിൽ മാത്രം അതിനെ കാണാവുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഇനി കേരളത്തിലെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം മെയിൻലി അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രിഡോമിനന്റ്ലി IT ആണ്. അതും ശശി തരൂരെ പ്രതിനിധീകരിക്കുന്നത് തിരുവനന്തപുരത്തിലെയാണ്. തിരുവനന്തപുരമാണ് കേരളത്തിലെ IT-യുടെ ഫ്രണ്ട് റണ്ണർ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ കുറേയധികം ഡെവലപ്മെന്റുകൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ പറ്റി അതിൽ കാര്യമായിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ മെച്ചപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കേരളം നേരത്തെ വളരെ പിന്നിലായിരുന്നു, ഇപ്പൊ മുന്നിലാണ് എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടേതായിട്ടുള്ള പുതിയ പോളിസി മേക്കിംഗ് വന്നിട്ടുണ്ട്, നമുക്കൊരു സിംഗിൾ വിൻഡോ അപ്രൂവൽ സിസ്റ്റം വന്നിട്ടുണ്ട്, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് തത്വത്തിൽ പേപ്പറിൽ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നീതി ആയോഗ് ഉൾപ്പെടെ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോസസ്സിൽ എത്രത്തോളം കറക്ഷൻ ഉണ്ടാക്കി എന്നതാണ് പരിശോധിക്കപ്പെടുക. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ നീതി ആയോഗ് കേരളത്തിന് 28ാമതിട്ട് തൊട്ടടുത്ത വർഷത്തിൽ ഇവിടെ ഇൻഡസ്ട്രി ബൂം അങ്ങനെ നടന്നതുകൊണ്ടല്ല കേരളം കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ കാണുന്നതിലെ റിയാലിറ്റി ചെക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം ശ്രീ P. രാജീവ് പറയുന്ന കാര്യത്തിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഈ പിന്നാക്കം നിന്നതിന് ശേഷം പിന്നീട് കേരളം മുന്നാക്കം വരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന രണ്ട് ക്ലെയിമുകളുണ്ട്. ആ രണ്ട് ക്ലെയിമുകളും അദ്ദേഹം ആട്രിബ്യൂട്ട് ചെയ്യുന്നത് P. രാജീവിനാണ്. പക്ഷെ അതിന്റെ റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത് അദ്ദേഹം നിർബന്ധമായും നടത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇതിനോടകം തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന 2,90,000 MSMEകൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ
പീരീഡിനുള്ളിൽ എന്നതാണ്. MSME എന്താണ്, എന്ത് തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഇവിടെ ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഉള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതവിടെ നിലനിൽക്കെ തന്നെ അദ്ദേഹം അതിനെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ പി രാജീവ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ വിശ്വസിച്ചു പോയോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നോക്കൂ, ഇവിടെ നമ്മൾ പല കാര്യങ്ങളും പറയുന്നതിനിടയ്ക്ക് 2 മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് 2 ആഴ്ച മുമ്പ് ശ്രീ രാജീവ് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതായത് ദിവസങ്ങളോളം എടുക്കുന്ന, വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് മാറിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ അതേപടി കോട്ട് ചെയ്തുകൊണ്ട് ഇത് ശരിയാണെങ്കിൽ അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ തെറ്റായി പോയി പൂർണ്ണമായും. കാരണം കേരളത്തിലെ സ്ഥിതി അങ്ങനെ അല്ല എന്നും അല്ല, അങ്ങനെ ശരിയാണെങ്കിൽ എന്ന് മാത്രമല്ല ശ്രീജിത്ത്, അതിന്റെ രണ്ടാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നത് നോട്ട് ജസ്റ്റ് സിംഗിൾ വിൻഡോ അപ്രൂവൽസ് ബട്ട് അപ്രൂവൽസ് ഓഫ് അൺബിലീവബിൾ റാപ്പിഡിറ്റി സീംസ് ടു ബി ഹാപ്പനിങ് എന്നാണ്. കാരണം അദ്ദേഹം അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്, വെറുതെ പറയുക മാത്രമല്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ 2,90,000 MSME കാര്യത്തിൽ അതിന്റെ തുടർവാചകങ്ങളിൽ തരൂർ പറയുന്നത് ഐ ഹാഡ് ബീൻ കൺസ്ട്രെയിൻഡ് ടു ഒബ്സർവ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് ഗോഡ്സ് ഓൺ കൺട്രി വാസ് ദ ഡെവിൾസ് ഓൺ പ്ലേ ഗ്രൗണ്ട് ഫോർ ബിസിനസ് ഇഫ് ദാറ്റ് ഈസ് നോ ലോങ്ങർ ട്രൂ വി ഓൾ ഹാവ് റീസൺസ് ടു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം എൻഡോഴ്സ് ചെയ്യുകയും ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. എപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടുമ്പോൾ, പ്രതിപക്ഷം നിൽക്കുമ്പോൾ ചെയ്യുകയാണ് ശശി തരൂർ കേരളത്തിൽ. ശ്രീ ഗോപി, അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിഡോമിനന്റ്ലി സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് IT മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഉദാഹരണത്തിന് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. അവരുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കേരളത്തിന്റെ നേട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പും IT തന്നെയാണ്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടാലന്റ് ആണ്. അല്ലാതെ കേരളത്തിലുള്ള സംവിധാനം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടാലന്റ് ആണ് ടെക് ഇൻഡസ്ട്രിയിൽ ഉള്ളത് എന്നാണ്. ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷമാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം മറ്റുള്ള ഇന്റർനാഷണൽ കമ്പനികൾ നോക്കുന്ന സമയത്ത് ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ടാലന്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കഴിവത്തോളം കൂടുതലാണ്, പക്ഷേ നമുക്ക് കൊടുക്കേണ്ടുന്ന റെമ്യൂണറേഷൻ വളരെ കുറവാണ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ കോമ്പീറ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിൽക്കുന്നില്ല. നമ്മുടെ കഴിവുണ്ട്, പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു കഴിവിലായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ജനറലൈസേഷൻ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അവസാന പാരഗ്രാഫ് നോക്കൂ. അതായത് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ലാസ്റ്റ് 2 പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവിടെ ആരെങ്കിലും പണം നിക്ഷേപിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മൂലധനം സേഫ് ആണെന്ന് ഉറപ്പിക്കാനായിട്ടുള്ള നിയമനിർമ്മാണം വേണം എന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കേരളത്തിൽ വേണ്ടുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിലേക്ക് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കറിയില്ല. റെഗുലേഷൻസ് ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്. കാരണം ഇപ്പോഴും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും 2 മിനിറ്റിൽ നമുക്ക് ബിസിനസ് നടത്താമെന്ന് പറയുമ്പോൾ പോലും റെഗുലേഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് പ്രോസസ്സുകൾ ഏകീകരിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ മന്ത്രി രാജീവ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ IT-യുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ വാലിഡ് ആണ്. എങ്കിലും കേരളത്തിൽ അക്രോസ് ദ ബോർഡ് അത് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അക്രോസ് ദ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രോസ് ദ ഇൻഡസ്ട്രി. അപ്പൊ എല്ലാ ഇൻഡസ്ട്രികൾക്കും പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു റിയാലിറ്റി ചെക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ട് ശ്രീ പി രാജീവിനെ എൻഡോഴ്സ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ രീതിയിലത്തെ അങ്ങനെയാണ്